നമസ്കാരം. ഗർഭകാലത്തെ രാവിലെയുള്ള അസ്വസ്ഥതകൾ, അതായത് മോർണിംഗ് സിക്നസ്, ഇത് സാധാരണമാണോ? എപ്പോഴാണ് നമ്മൾ ഇതിനെ ഗൗരവമായി കാണേണ്ടത്? ഗർഭിണികൾക്കും അവരുടെ കുടുംബത്തിനും വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. നിങ്ങളിപ്പോൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിലാണെങ്കിൽ ഒരുപക്ഷേ ദിവസം മുഴുവൻ ഒരു തരം ഓക്കാനവും ക്ഷീണവുമൊക്കെയായിരിക്കും, അല്ലേ? ഇത് നോർമലാണോ അതോ എന്തെങ്കിലും പേടിക്കാനുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. ആ സംശയങ്ങളാണ് നമ്മളിന്ന് മാറ്റാൻ പോകുന്നത്. അപ്പോ ശരി, നമുക്കിതിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി ജേണിയുടെ ഒരു ഭാഗം തന്നെയാണ്. അത്ര സുഖമുള്ള ഒരു അനുഭവമല്ല, സമ്മതിച്ചു. പക്ഷെ ഇതിന് പിന്നിൽ അതിൻ്റേതായ ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഈ അസുഖകരമായ തോന്നലുകൾ പലപ്പോഴും നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തിയായി മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഒരു പോസിറ്റീവ് സൈൻ കൂടിയാണ്. നിങ്ങളുടെ ശരീരം ഉള്ളിലുള്ള ആ പുതിയ ജീവന് വേണ്ടി സ്വയം തയ്യാറെടുക്കുകയാണ്, അത്രയുള്ളൂ. അപ്പോൾ ആരാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിലെ പ്രധാനി? നമുക്ക് പരിചയപ്പെടാം HCG എന്ന ഹോർമോണിനെ. ഈ ഓക്കനത്തിനും ഛർദിക്കുമൊക്കെയുള്ള പ്രധാന കാരണം ഈ ആളാണ്. ഗർഭധാരണം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ രൂപപ്പെടുന്ന പ്ലാസന്റയാണ് ഈ HCG ഹോർമോൺ ഉണ്ടാക്കുന്നത്. ശരീരത്തില് ഈ ഹോർമോണിന്റെ അളവ് പെട്ടെന്നങ്ങ് കൂടുമ്പോൾ അത് നമ്മുടെ തലച്ചോറില് ഛർദ്ദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗത്തെ പോയി ഉത്തേജിപ്പിക്കും. അതാണ് നമുക്ക് ഈ ഓക്കാനമൊക്കെ വരാനുള്ള പ്രധാന കാരണം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. ഗർഭത്തിന്റെ തുടക്കത്തിൽ ഈ HCG ഹോർമോണിന്റെ ലെവല് വളരെ വേഗത്തിലാണ് കൂടുന്നത്. ഏകദേശം 8 മുതൽ 12 ആഴ്ച വരെ ആവുമ്പോഴേക്കും ഇത് പീക്കിലെത്തും. ആ സമയത്തായിരിക്കും ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുന്നത്. പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട്. ആദ്യത്തെ 3 മാസം കഴിയുന്നതോടെ ഇതിന്റെ ലെവല് പതിയെ കുറഞ്ഞു തുടങ്ങും. അതോടെ ഈ ബുദ്ധിമുട്ടുകളും കുറയും. ഒരാശ്വാസമില്ലേ? ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. സാധാരണ മോർണിംഗ് സിക്നസും, അതായത് NVP, പിന്നെ ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാറം അല്ലെങ്കിൽ HG എന്ന കുറച്ചുകൂടി സീരിയസ് ആയ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. ഇത് തിരിച്ചറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു സൈഡിൽ നമുക്ക് NVP ഉണ്ട്. ഇത് മിക്ക ഗർഭിണികൾക്കും ഉണ്ടാകുന്ന ഒന്നാണ്, ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ മറുഭാഗത്ത് HG ഉണ്ട്. ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിന് തീർച്ചയായും ഡോക്ടറുടെ സഹായം കൂടിയേ തീരും. ഈ ടേബിള് നോക്കിയാൽ ആ വ്യത്യാസം വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. NVPയിൽ 1-2 തവണയൊക്കെ ഛർദ്ദിച്ചേക്കാം, എന്നാലും കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റും. പക്ഷെ HGയിൽ അങ്ങനെയല്ല. ചിലപ്പോൾ 24 മണിക്കൂർ നേരത്തേക്ക് ഒന്നും ശരീരത്തിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ശരീരഭാരമാണ്. HG ആണെങ്കിൽ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപുള്ള ഭാരത്തിന്റെ 5% കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട്. അത് വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ എപ്പോഴാണ് നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ വിളിക്കേണ്ടത്? ഇതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ വേണം. ശരി, അതിനെപ്പറ്റി സംസാരിക്കാം. ഇനി പറയാൻ പോകുന്ന റെഡ് ഫ്ലാഗ്സ്, അതായത് അപകട സൂചനകൾ, ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്ത ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തുനിൽക്കരുത്. ഇത് അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടണം. അതായത് ഒരു 12 മണിക്കൂറിൽ കൂടുതൽ ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ഭാരം കുറയുന്നു, മൂത്രം വളരെ കുറഞ്ഞ അളവിൽ നല്ല കടും നിറത്തിൽ പോകുന്നു, എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുക, അല്ലെങ്കിൽ ഭയങ്കരമായ ക്ഷീണം, നെഞ്ചിടിക്കു വല്ലാതെ കൂടുക, ഇതൊന്നും സാധാരണമായി കാണരുത്, പ്ലീസ്. ഈ ഒരു നമ്പർ മനസ്സിൽ വെച്ചോളൂ. 5%. നിങ്ങളുടെ പ്രഗ്നൻസിക്ക് മുൻപുള്ള ശരീരഭാരത്തിൽ നിന്ന് 5% കൂടുതൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് HGയുടെ വളരെ ഉറപ്പുള്ളൊരു ലക്ഷണമാണ്. ഒരു നിമിഷം പോലും വൈകരുത്. ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അപ്പോ നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കാം. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ ഒറ്റയ്ക്ക് സഹിക്കേണ്ട ഒന്നല്ല. സഹായം ചോദിക്കുന്നത് ഒരു കുറവായി ഒരിക്കലും കാണരുത്. അത് നിങ്ങളുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. വിദഗ്ധർ പറയുന്നതും ഇതേ കാര്യമാണ്. സാധാരണ മോർണിംഗ് സിക്നസ് ആണെങ്കിൽ പോലും അത് സഹിക്കേണ്ട ആവശ്യമില്ല, അതിന് ചികിത്സയുണ്ട്. എന്നാൽ HG എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ചിലപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ഡ്രിപ്പ് ഇടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഡോക്ടറോട് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കരുത്. അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന സിഗ്നലുകളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അതോ അവഗണിക്കുകയാണോ? ഓർക്കുക, നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ശരിയായ സമയത്ത് സഹായം തേടാൻ മറക്കരുത്.